Good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ റാൻഡം പ്രോസസ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റാൻഡം പ്രോസസ്സിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടിയായ മീൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? ഇഫ് എക്സ് ഓഫ് t belongs to t be a random process, then expectation of x of t, അതായത് mean of the process, is defined as mu x of t is equal to expectation of x of t. That is, x of t എന്ന് പറയുന്ന റാൻഡം പ്രോസസ്സിൽ ഒരു ടൈം പാരാമീറ്റർ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ് ഓഫ് ടി എന്തായിട്ട് മാറും? ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് മാറും. ആ റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? മീൻ ഓഫ് ദ റാൻഡം പ്രോസസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ട് ഇൻസ്റ്റന്റിലുള്ള രണ്ട് ഡിഫറെന്റ് ടൈമിലുള്ള രണ്ട് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുക. റാൻഡം പ്രോസസ്സിലുള്ള രണ്ട് ടൈമിലുള്ള T1 T2 ടൈമിലുള്ള രണ്ട് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുക. കാരണം t ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറയുന്ന റാൻഡം പ്രോസസ്സിൽ ടൈം T1 എന്നുള്ള ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റാൻഡം വേരിയബിൾ ആവും. വേറൊരു ടൈം T2 എടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് T2 എന്ന് പറയുന്നത് വേറൊരു റാൻഡം വേരിയബിൾ ആവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടൈമിലുള്ള രണ്ട് റാൻഡം വേരിയബിൾ എടുക്കുക. ഇനി അത് തമ്മിലുള്ള ഓട്ടോ കോറിലേഷൻ function of the random process is, അത് നമ്മള് Rx of T1 T2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡിഫറെന്റ് ടൈമിലുള്ള രണ്ട് റാൻഡം വേരിയബിൾ എടുത്തിട്ട് അതിന്റെ പ്രൊഡക്റ്റിന്റെ എക്സ്പെക്ടേഷൻ കമ്പ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 എക്സ് ഓഫ് T2. ഇതാണ് എന്ത്? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ റാൻഡം പ്രോസസ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ്. മീൻ പറഞ്ഞു. ഇനി അടുത്തതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഇതേപോലെ അടുത്തൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോവേരിയൻസ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. രണ്ട് ഡിഫറെന്റ് ടൈമിലുള്ള രണ്ട് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുന്നു. Cx of T1 T2 എന്നാണ് ഓട്ടോ കോവേരിയൻസിന് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: കോവേരിയൻസ് ഓഫ് എക്സ് ഓഫ് T1 എക്സ് ഓഫ് T2. ഓട്ടോ കോവേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ടൈമിലുള്ള T1 T2 ടൈമിലുള്ള രണ്ട് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുക. അത് തമ്മിലുള്ള കോവേരിയൻസ് കാണാൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളിൽ കോവേരിയൻസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് കോവേരിയൻസ് ഡെഫിനിഷൻ? എക്സ്പെക്ടേഷൻ, അതിന് സിംപ്ലിഫൈഡ് ഫോർമുലയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 എക്സ് ഓഫ് T2 മൈനസ് expectation of x of T1 into expectation of x of T2. Okay, this is a simplified formula for finding covariance. ഇത് നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു ടേം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? Rx of T1 T2 എന്ന് കൊടുക്കുക ഈ ഒരു ടൈമിന്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? mu x of
റാൻഡം പ്രോസസ്സിന്റെ മീൻ എന്ന് പറയുന്നത് ഇവിടെ ടൈം T1 ആയതുകൊണ്ട് μx ഓഫ് T1, ഇത് T2 ടൈമിലുള്ള മീൻ ആയതുകൊണ്ട് μx ഓഫ് T2. ഓക്കെ, അപ്പൊ ഓട്ടോ കോവേരിയൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, Rx ഓഫ് T1 T2 മൈനസ് μx ഓഫ് T1 ഇൻറ്റു μx ഓഫ് T2. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സിമെട്രിക് ഇൻ T1 T2 ഉള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ കിട്ടുക. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, അതായത് അതിൽ T1 T2 എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താലും നമുക്ക് ഒരേ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, Rx ഓഫ് T1 T2 is same as Rx ഓഫ് T2 T1. എന്നാൽ ആ രണ്ട് ഓട്ടോ കോറിലേഷൻ്റെ അകത്തുള്ള രണ്ട് ടൈം രണ്ടും സെയിം ആയിട്ട് എടുക്കുക, T1 T1 തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് T1 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 എക്സ് ഓഫ് T2 എന്നാണ്. അതിൽ T1 ഉം T2 സെയിം ആയി വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ T1 ആയിട്ട് ഉള്ളിൽ അല്ലെ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ T1. തേർഡ് പ്രോപ്പർട്ടി ഇതേപോലെ ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ Cx ഓഫ് T1 T2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതും സിമെട്രിക് ആയിരിക്കും. Cx ഓഫ് T2 T1 ഈക്വൽ ആയിരിക്കും. അതേപോലെ അതിൽ രണ്ട് ടൈമും സെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ Cx ഓഫ് T1 T1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിന്റെ ഫോർമുല ഓർമ്മയില്ലേ? Rx ഓഫ് T1 T2 എന്നാണ് വരിക. അതിൽ T1 T1 എന്ന് വരും മൈനസ് μx ഓഫ് T1 μx ഓഫ് T2 എന്നാണ്. ഇവിടെ രണ്ടാമത്തെ ടൈമും T1 തന്നെ ആയതുകൊണ്ട് μx ഓഫ് T1 തന്നെ വരും. Rx ഓഫ് T1 T1 എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് മുകളിൽ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് T1 മൈനസ് μx ഓഫ് T1 μx ഓഫ് T1, അതായത് μx ഓഫ് T1 ദി ഹോൾ സ്ക്വയർ. ഇത് എന്തിന്റെ ഡെഫിനേഷൻ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വേരിയൻസ് ഓഫ് എക്സ് ഓഫ് T1. അപ്പൊ അതിൽ ഓട്ടോ കോവേരിയൻസിന്റെ അകത്ത് രണ്ട് ടൈമും സെയിം ആകുന്ന ആ ടൈമിലുള്ള വേരിയൻസ്, റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് ആണ് നമുക്ക് കിട്ടുക. ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Consider a random process. Consider a random process. X of t is equal to a cos omega t plus theta, where a and theta are independent and uniform random variable. Uniform random variables over minus kk minus pi pi respectively. Find autocorrelation Rx of T1 T2. Second one, find autocovariance Cx of T1 T2. Third one, find variance of x of t. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ ഓഫ് റാൻഡം പ്രോസസ്സിലാണ് ആ സമയത്ത് ചെയ്ത അതേ പ്രോബ്ലം തന്നെ. അതിന്റെ ഓട്ടോ കോറിലേഷനും ഓട്ടോ കോവേരിയൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. Rx of T1 T2, അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2.
that is expectation of x of t1 എന്നാണ് a cos omega t യുടെ സ്ഥാനത്ത് t1 എടുക്കുക t1 plus theta into x of t2 എന്ന് പറഞ്ഞാൽ a cos omega t യുടെ സ്ഥാനത്ത് t2 എടുക്കുക t2 plus theta. That is equal to expectation of a square cos a cos p എന്ന മോഡലാണ് വരുന്നത് അല്ലേ. അപ്പൊ 2 cos a cos p ന്റെ അവിടെ നമുക്ക് 2 cos a cos b എന്നുള്ള ഫോർമുല 2 നമുക്ക് ഒരു ആഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 2 cos omega t1 plus theta cos omega t2 plus theta. That is ഇനി നമ്മളിതിലൊരു കാര്യം തന്നിട്ടുണ്ട്. ഇവിടുത്തെ എയും തീറ്റയാണ് നമുക്ക് ഇവിടെ റാൻഡം വേരിയബിൾ, നോട്ട് എ കോൺസ്റ്റന്റ്. എയും തീറ്റയും റാൻഡം വേരിയബിൾ ആണ്. അത് മുതൽ അത് ഇൻഡിപെൻഡന്റ് ആണ്, അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എയിലുള്ള ഒരു ഫംഗ്ഷനും തീറ്റയിലുള്ള ഒരു ഫംഗ്ഷൻ, അങ്ങനെ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, expectation of a square by 2 into expectation of 2 cos a cos b. 2 cos a cos b എന്താണ്? cos a plus b plus cos a minus b എന്നാണ്. cos a plus b plus cos a minus b. അവിടെ 2 cos a cos b equal to cos a plus b cos a minus. അപ്പോൾ cos a plus b omega t1 plus theta plus omega t2 plus theta അതാണ് cos a plus b plus cos a minus b cos omega t1 plus theta plus omega t2 minus അല്ല minus plus theta cos a plus b cos a minus b. ഇവിടെ മൈനസ് ആണ്. That is equal to expectation of a square by 2 into expectation of omega t1 plus omega t2, omega common ആയിട്ട് കൊടുത്തിട്ട് t1 plus t2, theta plus theta 2 theta into cos a minus b ലെ omega t1 minus omega t1 നമ്മൾ cos into cos omega t1 minus t2 theta minus theta theta ക്യാൻസൽ ചെയ്തു, ഇത്രേ കിട്ടുള്ളൂ. ഇതൊക്കെ ഈ എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ വരുന്ന ടൈമാണ് ഇത് രണ്ട് കേട്ടോ. ഇനി എ ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്? എ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ മൈനസ് കെ ടു കെ എന്നാണ്. അപ്പോൾ അതിന്റെ PDF എഫ് ഓഫ് എ എന്തായിരിക്കും വരിക? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്താൽ അതിന്റെ PDF 1/b മൈനസ് വെൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി 0 അതർവൈസ് എന്നാണല്ലോ. ഇവിടെ അതേപോലെ മൈനസ് കെ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ കെ എന്നാണ്, സോറി മൈനസ് കെ ലെസ് ദാൻ എ ലെസ് ദാൻ കെ എന്നാണ്. എ ആണ് റാൻഡം വേരിയബിൾ. ഈ ഇന്റർവെല്ലാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ. അപ്പം 1/b മൈനസ് എ ഇസ് ദിസ്, ബി ഇസ് ദിസ്. 1/b മൈനസ് പറയുമ്പോൾ 1/2k എന്നാണ് വരിക അല്ലെ. ഈ ഇന്റർവെല്ല് 0 അതർവൈസ്. ഇതാണ് അതിന്റെ PDF. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് ഈ റാൻഡം വേരിയബിൾ, എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ കമ്പ്യൂട്ട് എ സ്ക്വയർ ബൈ 2 എന്നാണ്. എ സ്ക്വയർ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി പ്രകാരം അത് ആ കോൺസ്റ്റന്റ് 1/2 എ സ്ക്വയർ എഴുതാം. 1/2 എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? അതിന്റെ ഫോർമുല എന്താ? ഇന്റഗ്രൽ ഇവിടെ
മൈനസ് കെ ടു കെ ഇന്റഗ്രൽ അല്ലേ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഇന്റഗ്രൽ അല്ലേ യൂസ് ചെയ്യേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എ എന്നാണ് വരിക. ഓക്കെ, ഡി എ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് കെ ടു കെ എ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് എഫ് ഓഫ് എ 1 മൈനസ് കെ ടു കെ റേഞ്ചിൽ 1/2k ഡി എ ദാറ്റ് ഈസ് 1/2k കോൺസ്റ്റന്റ് 1/4k കെ സ്ക്വയറിന് ഇന്റഗ്രൽ എ ക്യൂബ് ബൈ 3 മൈനസ് കെ ടു കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4k 2 ഇൻറ്റു കെ ക്യൂബ് ബൈ 3 തരും അല്ലേ, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 4 ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും, 1/6k 3 ഇൻറ്റു 2 6k കെ ക്യൂബ്, കെയും ക്യാൻസൽ ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ തരും കെ സ്ക്വയർ ബൈ 6 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ 6. ഇനി അടുത്തത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ ഇവിടെ ഉണ്ട് കേട്ടോ, ഒമേഗ കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇതൊരു തീറ്റ എന്ന് പറയുന്ന വേരിയബിളിലെ ഫംഗ്ഷൻ, തീറ്റ ആണ് ഇവിടുത്തെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ ഇവിടെ ഈ രണ്ട് ടേമുകളുടെ പ്ലസ് അല്ലേ ഇവിടെ, പ്ലസ് കോസ് ഒമേഗ കോസ് എ 2 കോസ് എ കോസ് ബിയുടെ ഫോർമുല എന്താണ്, കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി പ്ലസ്, അപ്പൊ കോസ് എ പ്ലസ് ബി ആണ് ഇവിടെ കിട്ടിയിരുന്നത്, കോസ് എ മൈനസ് ബി. പക്ഷെ ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ട് എക്സ്പെക്ടേഷൻ ഉള്ളിലുള്ളതാണ്. പക്ഷെ ഇത് രണ്ടിലും നോക്കുമ്പോൾ തീറ്റ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ വരുന്നത് ഏത് പാർട്ടിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രം അല്ലേ. കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത്, മറ്റേ തീറ്റ ക്യാൻസൽ ചെയ്ത ഒരു കോൺസ്റ്റന്റ് ടേം ആണ് ഇവിടെ കിട്ടുന്നത്. ഒമേഗ കോൺസ്റ്റന്റ്, T1 T2 ഒക്കെ കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമുക്ക് കോസ് expectation of, if x is a random variable, then expectation of x plus a is equal to expectation of x plus a എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇത് എക്സ്പെക്ടേഷൻ ഓഫ് ഒരു വേരിയബിൾ, റാൻഡം വേരിയബിൾ പ്ലസ് എ കോൺസ്റ്റന്റ് എന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി പറയുന്നത് ഏതാ, എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ പ്ലസ് കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ വരുന്നതാണ് കോസ് ഒമേഗ T1 മൈനസ് T2. ഓക്കെ, ഇത് എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം, കാരണം അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോസ് ഒമേഗ T1. ഇനി അപ്പം അടുത്ത എക്സ്പെക്ടേഷൻ ഇതിന്റെ മാത്രം കണ്ടാൽ മതി. അതിന് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ -π to π എന്നാണ് എഴുതിയത്. അപ്പൊ അതിന്റെ PDF എന്താ വരിക, 1/2π ഈ റേഞ്ചിൽ, 0 അതർവൈസ് ഇങ്ങനെയാണല്ലോ വരുന്നത്. സോ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു എന്താ ഒരു ഇന്റഗ്രൽ അല്ലെ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇന്റഗ്രൽ -π to π this term cos omega T1 plus T2 plus 2 theta into f of theta എന്താണ് 1/2π d theta ആണ്. That is equal to 1/2π outside integral -π to π, ഇന്റഗ്രേഷൻ ചെയ്യാം, 1/2π കോൺസ്റ്റന്റ് തീറ്റയിലുള്ള ഫംഗ്ഷൻ ആണിത്.
അപ്പൊ അതിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ അത് കോസിന്റെ ഇന്റഗ്രൽ എന്താണ് സൈൻ അല്ലെ, സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ദിസ് അല്ലെ. അപ്പൊ എന്തൊരു 2 വരും വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ മൈനസ് ബൈ ടു 5 1/4 പൈ സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ തീറ്റയുടെ സ്ഥാനത്ത് കൊടുക്കുക പൈ കൊടുക്കുക 2 പൈ മൈനസ് അടുത്ത് മൈനസ് പൈ ആണ് കൊടുക്കുന്നത് സൈൻ ഒമേഗ T1 പ്ലസ് T2 മൈനസ് 2 പൈ അപ്പൊ ഒരു സൈനിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സൈൻ തീറ്റ പ്ലസ് 2 പൈ സൈൻ തീറ്റ സൈൻ അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 പൈ സൈൻ എക്സ് പ്ലസ് 2 പൈ എന്താ വരിക സൈൻ എക്സ് അല്ലെ. സൈൻ അതുപോലെ സൈൻ എക്സ് മൈനസ് 2 പൈ എന്ന് പറഞ്ഞാലും എന്ത് വരും സൈൻ എക്സ് തന്നെയാണ് വരിക. ഓക്കെ, സോ ഇത് രണ്ടും ദിസ് ഈ ഒരു ടേം പ്ലസ് 2 പൈ ദിസ് ടേം മൈനസ് 2 പൈ. അപ്പൊ ഇത് രണ്ടും ഒരേ ടേം ആണ് വരിക അല്ലെ, ട്രിഗണോമെട്രിയുടെ പ്രോപ്പർട്ടി പ്രകാരം. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് 0 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടുന്നത് 0 യൂസിങ് ദിസ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്ന ആദ്യത്തെ നമ്മൾ എ വരുന്ന പാർട്ടിൽ ചെയ്തപ്പോൾ k²/6 എന്നാണ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് a²/2 എന്ന് പറഞ്ഞ ടേം ചെയ്യുന്നത്. രണ്ടാമത് തീറ്റ വരുന്ന പാർട്ടിലുള്ള ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ ഇന്റഗ്രേഷൻ ചെയ്ത പാർട്ട് 0 ആയിപ്പോയി. പിന്നെ വരുന്നത് ഒരു കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ പ്ലസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് പാർട്ടിൽ എന്താ വന്നത് അവിടെ കോസ് ഒമേഗ T1 മൈനസ് T2 എന്നാണല്ലോ വന്നത്. അപ്പൊ ടോട്ടൽ നമുക്ക് അവിടെ അതിന് പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് 1/, യെസ് ഇത്രേ ഉള്ളൂ. ഇതാണ് വരുന്നത് അല്ലെ, വേറെ കൂടുതൽ ടൈംസ് ഒന്നും വരുന്നില്ല. ഇത്രേ ഉള്ളൂ. k²/6 കോസ് ഒമേഗ T1 മൈനസ് T2. ഇതാണ് അതിന്റെ ഓട്ടോ കോറിലേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മുടെ അടുത്ത് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, ഓട്ടോ കോവേരിയൻസും വേരിയൻസും കാണാൻ. ഓക്കെ, അത് നമുക്ക് ഇത് വെച്ചിട്ട് പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യാം. Cx ഓഫ് T1 T2 ആണ് ഓട്ടോ കോവേരിയൻസ് അല്ലെ. അതിന്റെ ഫോർമുല നമ്മൾ സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ വേറെ ഓട്ടോ കോറിലേഷൻ വെച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ലേ, Rx ഓഫ് T1 T2 മൈനസ് μx ഓഫ് T1 ഇൻറ്റു μx ഓഫ് T2 എന്നാണ്. Rx ഓഫ് T1 T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണ് k²/6 കോസ് ഒമേഗ T1 മൈനസ് T2 മൈനസ് μx ഓഫ് T1. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാൻഡം റോസിന്റെ അവസാനം ഒരു പ്രോബ്ലം ചെയ്തത് ഇതിന്റെ മീൻ കമ്പ്യൂട്ട് ചെയ്യാനായിരുന്നു. മീൻ അന്നേരം കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായിരുന്നു 0 അല്ലേ. 0 ആണ് നമുക്ക് അന്നേരം കിട്ടിയ മീൻ പറഞ്ഞത്. അപ്പൊ ഏത് ടൈമിലുള്ള മീനായാലും 0 ആണ്. അപ്പൊ T1 ടൈമിലും 0 കിട്ടിയ, അത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ വരുന്ന ആൻസർ k²/6 ഇൻറ്റു കോസ് ഒമേഗ
T1 മൈനസ് T2. ഇതേപോലെ വേരിയൻസ് കാണാനാണ് ഓട്ടോ കോവേരിയൻസ് കണ്ടു. ഇപ്പോൾ ഇനി വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കമ്പ്യൂട്ട് ചെയ്യാൻ. വേരിയൻസും ഓട്ടോ കോവേരിയൻസും തമ്മിൽ എന്താ റിലേഷൻ? യെസ്, രണ്ട് ടൈമും ടി തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ് ടിയിലുള്ള വേരിയൻസ്, റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഓട്ടോ കോവേരിയൻസ് ഇതിൽ രണ്ടിലും എന്ത് ചെയ്യാം? ടൈം നമുക്ക് രണ്ടും T1 T2 മാറ്റിയിട്ട് ടി തന്നെ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? k²/6 cos 0ന്റെ വാല്യൂ 1, സോ k²/6 എന്നാണ് അതിന്റെ വേരിയൻസ് കിട്ടുന്നത്. അപ്പോ ഇപ്പൊ നമ്മളൊരു വിധം പ്രോബ്ലം ഈ ഓട്ടോ കോറിലേഷൻ, ഓട്ടോ കോവേരിയൻസ് ഒക്കെ വെച്ച് ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.